മമ്മൂക്കയുടെ കിടിലം പെർഫോമൻസ് അത് തന്നെയാണ് കളങ്കാവിൽ നമ്മൾ സിനിമ അതിൻ്റെ ട്രെയിലർ ടീസറൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മമ്മൂക്കയുടെ ഒരു പെർഫോമൻസാണ്. അതിഗംഭീരമായ പെർഫോമൻസാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ മമ്മൂക്ക പറഞ്ഞു എനിക്ക് ഈ ഒരു ക്യാരക്ടർ മതി. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തിയേറ്റർ വന്ന് കാണുമ്പോൾ മനസ്സിലാവും. കാരണം അത്രയധികം പെർഫോമൻസിന് സാധ്യതയുള്ള മമ്മൂക്കയുടെ ഇതുവരെയുള്ള ഒരു എന്താ പറയുക, നമ്മൾ പറയുന്ന പോലെ ജെൻറ്റിൽമാൻ ഇമേജൊക്കെ പൊളിച്ചുള്ള വില്ലൻ വേഷങ്ങൾ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡുള്ള അത് മുമ്പും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിനായകൻ്റെ പോലീസ് വേഷവും കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. വിനായകൻ ഒരു അഴിഞ്ഞാടുന്ന രീതിയിലുള്ള വിനായകൻ വളരെ അച്ചടക്കത്തോടെ ഒരു പോലീസ് ഓഫീസറായിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ചൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്പോയിലറായി പോകും. എന്നാലും ഗംഭീരമായ റൈറ്റിങ്ങുമാണ്. അതായത് നമ്മളൊരു മലയാള സിനിമയുടെ ഒരു ലെവൽ ഉയർത്തുന്ന രീതിയിലുള്ളൊരു മേക്കിംഗ് തന്നെയാണ് സിനിമ. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ മുജീബൊക്കെ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പോൾ എക്കോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി നമ്മുടെ ഒരു അപ്കമിങ് വലിയൊരു മ്യൂസിക് ഡയറക്ടറായി മാറുന്ന ഈ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു റെട്രോ തമിഴ് സോങ്ങൊക്കെ പ്ലേസ് ചെയ്ത രീതിയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിൽ മമ്മൂക്ക വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസിൻ്റെ കാര്യം പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി മമ്മൂക്കയുടെ പെർഫോമൻസ് അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അവർ ലെജൻഡാണ്. അവരിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണികളായിട്ട് കണ്ടിരിക്കുക മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. അത് എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ നല്ല സൗണ്ട് എഫക്റ്റുള്ള തിയേറ്ററിൽ വന്ന് കാണുക. കളങ്കാവലി ഈസ് എ മസ്റ്റ് വാച്ച്. താങ്ക് യു.